അപ്പൊ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ റെയിൽവേയുടെ ALP എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ബയോളജി ക്വസ്റ്റ്യൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ കഴിയുന്ന റെയിൽവേ എക്സാമുകളുടെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ഇനി വരാൻ പോകുന്ന നമ്മുടെ NTPC പോലുള്ള എക്സാമുകൾക്കും കൂടി അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഈ പ്രീവിയസ് ഇയർ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാ വിധത്തിലുള്ള ഡിസ്കഷൻസും എല്ലാ എക്സാംസിനും നമ്മുടെ SI, നമ്മുടെ RPF അല്ലെ പോലുള്ള എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് വരുന്ന എക്സാംസിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രയോജനകരമായിരിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് RRBയുടെ ALPയില് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഓൾമോസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഈ പറയുന്ന ടോപ്പിക്കിനോട് ആയിട്ട് എന്തെങ്കിലും ധാരണയുള്ള ഒരാൾക്ക് കൂടി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് അതിന്റെ ഓപ്ഷൻസും കൂടി ഡിസ്കസ് ചെയ്ത് ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which biotic component of an ecosystem is present in the greatest number? അപ്പൊ നമ്മൾ ഇക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെ. ഈ ഫുഡ് ചെയിനകത്ത് അല്ലെ നമ്മുടെ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ തൊട്ട് ഏറ്റവും ഹയർ ട്രോഫിക് ലെവൽ വരെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെ. ഏറ്റവും നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിൽ എപ്പോഴും ബേസ് നമ്മൾ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്നാ പറയാ അല്ലെ. ബേസ് നമ്മൾ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലെ. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന പ്രൊഡ്യൂസേഴ്സ് വരുന്ന കാറ്റഗറിയാണ് ഏറ്റവും ലോവർ ട്രോഫിക് ലെവലിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ പറയുന്ന എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാ പറയാ. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഈ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ആളുകൾ, അതായത് ഹെർബിവോർസ് ആയിട്ടുള്ള ആളുകളാണ് ഈ പ്രൈമറി കൺസ്യൂമേഴ്സിൽ വരിക അല്ലെ. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും? മാംസഭോജികളായിരിക്കും. പിന്നെ നമുക്ക് തേർഷറി കൺസ്യൂമേഴ്സും വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫുഡ് ചെയിൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാർട്ട് നോക്കുമ്പോഴും കാണാം ഇതിന്റെ ബേസ് ആണ് നല്ല നീണ്ടിരിക്കുന്നത് അല്ലെ. അതായത് ബേസ് വലുതാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന ഭാഗവും എന്ത് തന്നെയാണ്? ബേസ് ആണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ട്രോഫിക് ലെവൽ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്പറിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ട്രോഫിക് ലെവലും ഏത് തന്നെയാണ്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ട്രോഫിക് ലെവലിൽ നിന്നാണ് ബാക്കിയുള്ള മുകളിലേക്കുള്ള എല്ലാ ട്രോഫിക് ലെവലുകളിലേക്കും ഊർജം ട്രാൻസ്ഫേർഡ് ആവുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന കാറ്റഗറി എന്ത് തന്നെയാണ്? അതെ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ല, സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ല, തേർഷറി കൺസ്യൂമേഴ്സ് അല്ല. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 പ്രൊഡ്യൂസേഴ്സ് ആണ്. ഈ നമ്മുടെ ALP നമ്മുടെ November 25th ഷിഫ്റ്റ് 3 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Harmful metabolic waste from our body are removed by the biological process called. നമ്മുടെ ബോഡിയിൽ നിന്നും ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രക്രിയയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിഫീക്കേഷൻ എന്നാണോ, ട്രാൻസ്പോർട്ടേഷൻ എന്നാണോ, സെക്രീഷൻ എന്നാണോ, എക്സ്ക്രീഷൻ എന്നാണോ? ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് അല്ലെ. എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഈ എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിഫീക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫീക്കേഷൻ എന്ന് വെക്കുക. എന്നാൽ ഈ ഡിഫീക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ കുറേ അധികം പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കിഡ്നിയുടെ ഫിൽട്ടറേഷൻ ആണെങ്കിലും അല്ലെ, എല്ലാ വിധത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകളും നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെയായിരിക്കും? ഓപ്ഷൻ 4 എക്സ്ക്രീഷൻ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെലക്ട് ദ
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ചൂസ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പോളിനേഷൻ ഇസ് ദി വിസിറ്റ് ഓഫ് ഇൻസെക്ട്സ് ടു ദ ഫ്ലവർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു പോളിനേഷൻ ഇസ് ദി ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ഇൻ ഒവ്യൂൾ. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു പോളിനേഷൻ ഇസ് ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്. And fourth statement പറയുന്നു pollination is the transfer of pollen grains from the stamen to the stigma. അപ്പൊ പോളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പോളിനേഷൻ എന്ന് വെച്ചാൽ ഫ്ലവറിൽ വെറുതെ ഇൻസെക്ട് വരുന്നതിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഈ പോളൻ ഗ്രെയിൻസ് നിന്നും, പൂമ്പൊടി എന്ന് പറയുന്നതിൽ നിന്നും പോളൻ ട്യൂബ് ഗ്രോ ചെയ്തതിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പോളിനേഷൻ എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻസിന്റെ ജെർമിനേഷൻ ആണ്. അതായത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. പോളൻ ഗ്രെയിൻസിന്റെ ജെർമിനേഷൻ എന്ന് പറഞ്ഞാലും പോളൻ ട്യൂബ്സിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ആൻഡ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ സ്റ്റേമൻ ടു ദ സ്റ്റിഗ്മ. അല്ലെ, ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേമൻ എന്ന് വിളിക്കുക. ആ സ്റ്റേമൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ 2 ഭാഗങ്ങളാണ്. ആന്തർ എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഫിലമെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗവുമുണ്ട്. ഇതിൽ ആന്തർ എന്ന് പറയുന്ന ഭാഗത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ഇവിടെ നിന്നുമുള്ള പോളൻ ഗ്രെയിൻസ് ആണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള നമ്മൾ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് 3 ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക. അല്ലെ, സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. കറക്റ്റ് അല്ലെ? ഇങ്ങനെ 3 ഭാഗങ്ങളാണ് വരിക. അപ്പൊ ഇവിടെ നിന്നും ആന്തറിൽ നിന്നും വരുന്ന പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നത് ഏത് ഭാഗത്താണ്? നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ ഒരു പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെ, സ്റ്റേമനിൽ നിന്നും പൂമ്പൊടി, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുക. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4th സ്റ്റേറ്റ്മെന്റ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സൈലം? നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ പ്ലാന്റ്സ് അത് ഹയർ പ്ലാന്റ്സിനൊക്കെ കണ്ടക്ടിങ് ടിഷ്യൂസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് കണ്ടക്ടിങ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? 2 എണ്ണം നമ്മൾ പറയുന്നത് സൈലവും ഉണ്ട്, ഫ്ലോയവും ഉണ്ട് അല്ലെ. സൈലം ആൻഡ് ഫ്ലോയം 2 കണ്ടക്ടിങ് ടിഷ്യൂസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സൈലം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. വാട്ടർ ആൻഡ് മിനറൽസ്, ജലവും ധാതുക്കളും ലവണങ്ങളും അല്ലെ കണ്ടക്ട് ചെയ്യുന്നതാണ് സൈലം എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലോയം എന്താണ്? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആ ഫുഡ് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ട് ബൈ ഡയറക്ഷനിലായിരിക്കും. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഫ്ലോയത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാം. കാരണം ലീഫ് എന്ന് പറയുന്ന ഭാഗമാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെ. ഈ ലീഫിൽ നിന്നും പല ഭാഗത്തേക്കായിട്ട് ഫുഡ് പോവേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ജലവും ലവണവും എന്ന് പറയുന്നത് എന്താണ്? റൂട്ടാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ റൂട്ടിൽ നിന്നും അപ്പർ ഡയറക്ഷൻ, മുകൾ ഭാഗത്തേക്കായിരിക്കും എപ്പോഴും ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പൊ സൈലത്തിന്റെ ട്രാൻസ്പോർട്ട് എപ്പോഴും യൂണി ഡയറക്ഷണൽ ആയിരിക്കുമെന്നും ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ട് എപ്പോഴും ബൈ ഡയറക്ഷണൽ ആയിരിക്കും എന്നും ഒക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താണ് സൈലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കണ്ടക്ഷൻ ഓഫ് ഫുഡ് അല്ല, കണ്ടക്ഷൻ ഓഫ് പ്രോട്ടീൻസ് അല്ല, കണ്ടക്ഷൻ ഓഫ് ലിപ്പിഡ് അല്ല, എന്താണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ശരിയല്ലേ? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സെൽ ഹാസ് ദ ചേഞ്ചിങ് ഷേപ്പ്? താഴെ കുറച്ച് സെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സെൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഒന്ന് ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു സ്മൂത്ത് മസിൽ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു ഓവം എന്ന് പറയുന്നു. തേർഡ് ഓപ്ഷൻ അമീബ എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ നെർവ് സെൽ എന്നാണ് പറയുന്നത് അല്ലെ. ഇതിൽ സ്മൂത്ത് മസിലും ഓവവും നെർവ് സെല്ലും ഒന്നും ഷേപ്പ് ചേഞ്ചിങ് ആയിട്ടുള്ള സെല്ലുകളല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം അമീബ എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള അല്ലെ, ഒരേ ഒരു സെല്ല് മാത്രമുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈ ഒരു ഓർഗാനിസം ആണ് ഷേപ്പ് ചേഞ്ചിങ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഇസ് ദി ഇന്റേണൽ എനർജി റിസർവ് ഇൻ പ്ലാന്റ്സ്? കണ്ടോ, പ്ലാന്റ്സിൽ നിന്നും അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തിനൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നോക്കേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ് പ്ലാന്റ്സിൽ എനർജി അല്ലെങ്കിൽ ഊർജം ശേഖരിച്ചു വെക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മുടെ ALPയുടെ
November 26th ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് ഒന്ന് പോവാം. ഗ്ലൈക്കജൻ എന്ന് പറയുന്നുണ്ട്, സ്റ്റാർച്ച് എന്ന് പറയുന്നുണ്ട്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നുണ്ട്, സൂക്രോസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ്. ആനിമൽസിന്റെ കേസ് ആണ് എങ്കിൽ, ജന്തുക്കളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. പക്ഷെ ജന്തുക്കളില് ഈ ഗ്ലൂക്കോസ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. എന്താണ്? ഗ്ലൈക്കോജൻ ആയിട്ടാണ്. കാരണം ഗ്ലൂക്കോസ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്ത് തീർന്നു പോകും. എന്നാൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയൊരു യൂണിറ്റ് ആണ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഇതിനെ പൊട്ടിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുകൊണ്ട് ആനിമൽസിൽ ഊർജം അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന രൂപം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ഇനി നമ്മൾ പ്ലാന്റ്സിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ പ്ലാന്റ്സിനും എന്താണ്? നമ്മുടെ ഊർജം യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ്. യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ അവർ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം ഉണ്ടാകുന്ന ഫുഡ് എന്ത് തന്നെയാണ്? ഗ്ലൂക്കോസ് ആണ്. എന്നാൽ ഈ ഗ്ലൂക്കോസ് ആയിട്ടല്ല ഇവര് ഊർജം ശേഖരിച്ചു വെക്കുന്നത്. എന്തിന്റെ രൂപത്തിലാണ്? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് ഇവരുടെ എനർജി അല്ലെങ്കിൽ ഊർജം അവര് ശേഖരിച്ചു വെക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഗ്ലൈക്കോജൻ ആൻസർ വരില്ല, അത് ആനിമൽസിന്റെ കേസ് ആണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 സ്റ്റാർച്ച് ആണ്. ഓക്കെ, സ്റ്റാർച്ച് ആണ്. ഓക്കെ, ഇനി പ്ലാന്റ്സിൽ തന്നെ ഈ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂക്രോസ് പറയാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളണേ. പ്ലാന്റ്സില് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൂക്രോസ് ആണ്. എന്നാൽ സ്റ്റോറേജ് ഫോം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്റ്റാർച്ച് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Other than the nervous system, which other system helps in control and coordination in our body? നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നതിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തിന് വലിയൊരു പങ്കുണ്ട്. ഈ നെർവസ് സിസ്റ്റം കൂടാതെ മറ്റേത് ഭാഗമാണ് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നതിലും കോർഡിനേറ്റ് ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസിലേക്ക് ഒന്ന് പോവാം. എക്സ്ക്രീറ്ററി സിസ്റ്റം പറയുന്നുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം പറയുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം പറയുന്നുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന രണ്ട് സിസ്റ്റംസ്, പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റംസ്, ഒന്നാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതും രണ്ടാമത്തതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നതും. ഇത് രണ്ടും എന്താണ്? നമ്മുടെ ബോഡിയുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ പങ്കുവഹിക്കുന്ന രണ്ട് വ്യവസ്ഥകളാണ്. നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഞരമ്പുകൾ വഴി അല്ലെങ്കിൽ ന്യൂറോണുകൾ വഴിയാണ് എല്ലാ സിഗ്നലുകളും നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത്. ആ രീതിയിൽ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ്? അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ? ഹോർമോണുകൾ വഴിയാണ് അല്ലെ. ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? രാസ സന്ദേശവാഹകർ, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ദി ബോഡി എന്ന് വിളിക്കുന്നതാണ് ഹോർമോണുകളെ അല്ലെ. അപ്പൊ ഈ ഹോർമോണുകൾ വഴിയും എന്താണ്? ഇൻഫോർമേഷൻസിനെ പല സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുവഴി നമ്മുടെ ബോഡിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും പറ്റുന്നു. അപ്പൊ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വ്യവസ്ഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്, അന്തസ്രാവി വ്യവസ്ഥയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാക്സ് മെംബ്രെയിൻ? ഒരു ആവരണമില്ലാത്ത സെൽ ഏതാണെന്നാണ് ചോദ്യം. ഏതൊരു സെൽ എടുത്താലും ആ സെല്ലിന് ചുറ്റും എന്തുണ്ട്? ഒരു സ്ഥലം ഉണ്ടാവും, ഒരു ആവരണം ഉണ്ടാവും, ഒരു കോട്ടിംഗ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു കോട്ടിംഗ് ഇല്ലാത്ത സെൽ ഏതാണ് എന്നാണ് ചോദ്യം. പ്ലാന്റ് സെല്ല്, ഫംഗി സെല്ല്, ഫംഗസിന്റെ സെല്ല്, വൈറസ്, ആനിമൽ സെല്ല് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം എന്താണ്? വൈറസിനെ നമ്മൾ ജീവനുള്ള ഒരു വസ്തുവായിട്ട് കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇല്ല. വൈറസ് എന്ന് പറയുന്ന ജീവി ജീവനുള്ളതാണോ ജീവൻ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ ഇപ്പോഴും കൺഫേം ചെയ്യുന്നില്ല. കാരണം ജീവനുള്ള ഒരു ഹോസ്റ്റിന്റെ ബോഡിയിൽ കയറുമ്പോൾ മാത്രമേ വൈറസ് ജീവനുള്ള വസ്തുവായി ആക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വൈറസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും വൈറസിന് ബാധകമല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വൈറസിന് എന്തുണ്ട്? ഇങ്ങനെ ചുറ്റും ഒരു ആവരണം ഒന്നുമില്ല. വൈറസ് എന്ന് പറയുന്നത് വെറും ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ മാത്രമാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 വൈറസുകളാണ്. ഓക്കെ, ശരി, നമുക്ക് ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വിച്ച് പാർട്ട് ഓഫ് ദി ന്യൂറോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ അക്വയറിംഗ് ഇൻഫർമേഷൻ? ഇത് ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ALPD ആണെങ്കിലും നമ്മുടെ NTPCD ആണെങ്കിലും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ന്യൂറോണിന്റെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ, ഒരു നാഡീകോശം എടുത്തു കഴിഞ്ഞാൽ സിഗ്നലുകൾ ആദ്യം സ്വീകരിക്കുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ റഫ് ആയിട്ട് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് കുറെ ബ്രാഞ്ചസ് പോകുന്നതായിട്ട് കാണാം അല്ലെ. ഇത് നോക്കിക്കഴിഞ്ഞാല് ഈ ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുക അല്ലെ, ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുക. അതിനുശേഷം ന്യൂക്ലിയസ് വരുന്ന ഈ ഭാഗത്തിനെ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കും, സെൽ ബോഡി എന്ന് വിളിക്കും. ആൻഡ് ഈ സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂബ് കണ്ടോ, ഈ ട്യൂബിനെ നമ്മൾ ആക്സോൺ എന്നാ വിളിക്കുക, ആക്സോൺ എന്ന് വിളിക്കും. ആക്സോൺ വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചുകളായി മാറുന്നു. ഇതിനെ നമ്മൾ ആക്സോണൈറ്റ് എന്ന് വിളിക്കും. ഈ ആക്സോണൈറ്റിന്റെ ടിപ്പിൽ നമുക്ക് ചെറിയ ബൾബ് പോലുള്ള സ്ട്രക്ചറുകൾ കാണാം അല്ലെ, നോബ് പോലുള്ള സ്ട്രക്ചറുകൾ കാണാം. ഇതിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഈ സിനാപ്റ്റിക് നോബിലാണ് കെമിക്കലുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, നാഡീയ പ്രേഷകങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭാഗം. ഈ കെമിക്കൽസ് വഴിയാണ് സിഗ്നലുകൾ അടുത്ത ന്യൂറോണിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ശരിയല്ലേ? ഇതിലെ സിഗ്നലുകൾ ആദ്യം വരുന്ന ഭാഗം ഏത്, അല്ലെങ്കിൽ സിഗ്നലുകൾ സ്വീകരിക്കുന്ന അക്വയർ ചെയ്യുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഏതാണ്, നമ്മുടെ ഡെൻഡ്രൈറ്റുകളാണ്. ഡെൻഡ്രൈറ്റുകൾ വഴിയാണ് സിഗ്നലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അതെന്താണ് പിന്നീട് ഈ ന്യൂറോൺ ആകമാനം സഞ്ചരിക്കുകയും സിനാപ്റ്റിക് നോബിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് സിനാപ്റ്റിക് നോബിൽ നിന്ന് എന്ത് കെമിക്കലുകൾ റിലീസ് ചെയ്യുന്നത്. ഈ കെമിക്കലുകൾ ചെന്ന് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ പോയി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ന്യൂറോണിൽ സിഗ്നലുകൾ ആരംഭിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ സിഗ്നലുകളെ ആദ്യം സ്വീകരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാം, അത് ഡെൻഡ്രൈറ്റിക് ടിപ്പാണ്. ഏതാണ്? ഡെൻഡ്രൈറ്റിക് ടിപ്പാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following organisms does not show asexual reproduction by means of fission? നമ്മുടെ റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട് അല്ലെ, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഗാമീറ്റ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവും. അതായത് സ്പേം, ഓവം പോലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ എന്താണ് ഗമീറ്റ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഈ ഗമീറ്റ്സിന്റെ ഫ്യൂഷന് ശേഷമായിരിക്കും നമുക്കൊരു അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഓഫ്സ്പ്രിംഗ് ഉണ്ടാവുക. ശരിയല്ലേ? എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗമീറ്റ്സിന്റെ ഫോർമേഷൻ ഇല്ല, സിംഗിൾ പാരന്റിന്റെ മാത്രമായിരിക്കും കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? അങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു മെത്തേഡാണ് ഫിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫിഷൻ എന്ന് പറയുന്നത്? ഈ ഫിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബൈനറി ഫിഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ബൈനറി ഫിഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ബൈനറി ഫിഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഈ രണ്ടും എന്താണ്, 2 സെപ്പറേറ്റ് ഓർഗാനിസംസ് ആയിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ബൈനറി ഫിഷൻ. അമീബ ഒക്കെ ബൈനറി ഫിഷൻ കാണിക്കാറുണ്ട്. ഒരു ഓർഗാനിസം തന്നെ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അതുകൊണ്ട് ബൈ എന്ന് വെച്ചാൽ തന്നെ 2 എന്ന് അർത്ഥം അല്ലെ. 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ടും എന്താണ് സെപ്പറേറ്റ് ഓർഗാനിസംസ് ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നു. അടുത്തൊരു മെത്തേഡാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഫിഷൻ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഒരു ഓർഗാനിസം സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾസ് ആയിട്ട് മാറുന്നു. ഒത്തിരിയധികം എന്താണ് ഓർഗാനിസംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോന്നും ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയി മാറും. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വിളിക്കുക. പ്ലാസ്മോഡിയം ഒക്കെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ഫിഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഫിഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏർപ്പെടാത്തവര് ആരാണ്? വിച്ച് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് എന്നാണ് ചോദ്യം. നോട്ട് എന്ന് പറയുന്നത് പ്രത്യേകമായി എടുത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസിനകത്ത് പ്ലാസ്മോഡിയം പറയുന്നുണ്ട്, ആർത്തുവം പറയുന്നുണ്ട്, ഈവ പറയുന്നുണ്ട്, ലിഷ്മാനിയ പറയുന്നുണ്ട്. ലിഷ്മാനിയ ഒരു പ്രോട്ടോസോവൻ ആണ്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മോഡിയ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അമീബ ഞാൻ പറഞ്ഞു ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നവരാണ്. ലീഷ്മാനിയ എന്ന് പറയുന്ന പ്രോട്ടോസോവൻ എന്ത് തന്നെയാണ്? ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നവരാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. എന്നാൽ എർത്ത് എന്ന് പറയുന്ന ഈ കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യുന്നത്? ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. എർത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹെർമാഫ്രൊഡൈറ്റ് ആണെന്നാ പറയാം. അതായത് സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് ഓർഗൻസ് ഓരോ ഓർഗാൻസിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹെർമാഫ്രൊഡൈറ്റ് എന്ന് വിളിക്കുക.
ശരിയല്ലേ? അത്തരത്തിലുള്ള ഒരു ഓർഗാനിസം ആണ് എർത്ത് വേം എന്ന് പറയുന്നത്. എർത്ത് വേം ശരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി തന്നെയാണ്, ഗമീറ്റ്സിന്റെ ഫോർമേഷൻ വഴി തന്നെയാണ്. ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത്, എഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്ത് തന്നെയാണ് എർത്ത് വേമും എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവർ കാണിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഫിഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് എർത്ത് വേമിനെ പെടുത്താനായി സാധിക്കില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 എർത്ത് വേം ആണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following organisms is or are not unicellular? ഇവിടെയും നോട്ട് ആണ് ക്വസ്റ്റ്യൻ. ഈ നോട്ട് എന്ന് പറയുന്ന വാക്ക് പല ആൾക്കാരെയും മിസ്ലീഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആൻസേഴ്സ് റോങ് ആയി കുത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് അങ്ങനെ റോങ് ആയി കുത്താൻ സാധ്യത ഇവിടെ കൂടുതലാണ് ഇത്തരം ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ട് ഈ നോട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് പ്രത്യേകം ഒന്ന് എടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, താഴെ കൊടുത്തിരിക്കുന്നതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏകകോശ ജീവി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അമീബ, പ്ലാന്റ്സ്, പാരമീസിയം, ക്ലാമിഡോമോണാസ്, ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മുൻപ് നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നു, അമീബ എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, പാരമീസിയം ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ക്ലാമിഡോമോണാസ് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ കൂടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം. സസ്യങ്ങൾ, പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതല്ല അല്ലെ. പ്ലാന്റ്സിൽ നമുക്ക് പല പല ഭാഗങ്ങൾ കാണാം. ലീവ്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട് അല്ലെ. എത്ര ഭാഗങ്ങളാണ് പ്ലാന്റ്സിലുള്ളത്? ഇതെല്ലാം ഒറ്റ കോശം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, പല പല സെൽസ് ഉണ്ട് അല്ലെ. ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ട് പ്ലാന്റ്സിലൊക്കെ. അപ്പൊ അതെന്താണത്? അതൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. തീർച്ചയായിട്ടും പ്ലാന്റ്സ് എന്താണ്, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 പ്ലാന്റ്സ് ആണ് വരിക. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which organelle is found only in plants? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? പ്ലാന്റ്സിനെ ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിച്ച് നോക്കുന്ന കാര്യങ്ങളെക്കാളും ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ നമ്മൾ എപ്പോഴും പറയും വൈറ്റമിൻസ്, ഹ്യൂമൻ ബോഡി, ഈ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ സ്ട്രെസ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി ഇപ്പൊ നോക്കിക്കേ, പ്ലാന്റ്സിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട് കേട്ടോ. ശരി, ഇനി പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽ ഏതാണ് എന്നാണ് ചോദ്യം. ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് പലതരത്തിലുള്ള കോശാംഗങ്ങൾ, ഓർഗനൽസ് ഉണ്ട് അല്ലെ. ഇതില് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, ന്യൂക്ലിയസ്, ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാല് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്ന ഭാഗമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാവരിലും ഉണ്ടാവും അല്ലെ. ഇനി ലൈസോസോം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്? ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഏതെങ്കിലും കോശങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലൈസോസോം എന്ന് പറയുന്ന ഓർഗനൽ പൊട്ടുകയും ആ കോശത്തെ എന്താണ് അവിടെ നിന്നും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന ലൈസോസോം എന്ന് പറയുന്ന ഓർഗനലിൽ കുറേയധികം എന്താണ് കെമിക്കലുകളാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇതും എല്ലാ കോശങ്ങളും അല്ലെങ്കിൽ എല്ലാവരിലും കാണാൻ സാധിക്കുന്ന ഒരു കോശാംഗം തന്നെയാണ്. ന്യൂക്ലിയസ് തീർച്ചയായിട്ടും എല്ലാ സെല്ലുകളിലും ഉണ്ടാകും. ശരിയല്ലേ? അല്ല, പ്ലാന്റ് സെല്ലുകളിൽ മാത്രമല്ല, ജന്തുകോശങ്ങളിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് കാണാൻ വരുന്ന ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം എന്ന് പറയുന്നത്, അത് നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ക്ലോറോഫില്ല് കാണുക. ഇതിന്റെ പ്രസൻസ് കൊണ്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൺലൈറ്റ് ട്രാപ്പ് ചെയ്തുകൊണ്ട് അവര് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനല് പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനൽ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ അവർ ബോഡി, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ബോഡിയില് മസ്തിഷ്കവും സുഷുമ്നയും കൂടി ചേർന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും എന്നാണ് ചോദ്യം. ബ്രെയിനും സ്പൈനൽ കോഡിനും കൂടി ചേർത്ത് നമ്മൾ ഒരു ഹെഡിങ്ങിന്റെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏതാണെന്ന ചോദ്യം. എൻഡോക്രൈൻ സിസ്റ്റം എന്നാണോ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണോ, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണോ, അതോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ എന്താണ്, ആ ഒരു സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തുണ്ട്? CNS, സെൻട്രൽ നെർവസ് സിസ്റ്റവും ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, PNS ഉം ഉണ്ട് അല്ലെ. ഇതിൽ CNS എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും. ശരിയല്ലേ? ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് ഏതിനകത്താണ്? നമ്മുടെ CNS-ലാണ്.
ശരിയല്ലേ? PNS ഇതിനകത്ത് നമുക്ക് വരുന്നത് എന്തുണ്ട്? 12 ജോഡി ക്രേനിയൽ നെർവ്സ് അല്ലെ, ശിരോ നാഡികൾ അല്ലെ. അതേപോലെ തന്നെ 31 ജോഡി നമുക്ക് എന്തുണ്ട്? സ്പൈനൽ നെർവ്സ്, സുഷുമ്ന നാഡികളും ഉണ്ട്. ഇത്രയുമാണ് PNS വരുന്നത്. ശരിയല്ലേ? ഈ PNS എന്ന് പറയുന്നതിനെയാണ് വീണ്ടും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലെ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ എന്താണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻസ് ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് എന്തിന്റെ കീഴിലാണ്? വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ബ്രെയിനും സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന കേന്ദ്ര ഭാഗമായതുകൊണ്ട് തന്നെ അത് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്നതായിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് പോവാം. എന്താണ്? ഓപ്ഷൻ 2 സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നതാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who coined the term protoplasm for the fluid substance of the cell? നമ്മൾ പഠിക്കുന്നുണ്ട്, സെൽ എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ DNA കാണുന്നത്. ന്യൂക്ലിയസ് ഒഴികെ ബാക്കിയുള്ള ഭാഗത്തെ ആ ഫ്ലൂയിഡ് പോലെ ഇരിക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് വിളിക്കുക. എന്നാൽ ന്യൂക്ലിയസും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നു പ്രോട്ടോപ്ലാസം എന്ന്. ശരിയല്ലേ? അപ്പൊ ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂയിഡിന് ഈ ഒരു പേര് കൊടുത്തത് ആരാണ് എന്ന് ആണ് ചോദ്യം. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അവിടെ ഓപ്ഷൻസ് വിർച്ചോ പറയുന്നുണ്ട്, റോബർട്ട് ബ്രൗൺ പറയുന്നുണ്ട്, പെർക്കിൻജി പറയുന്നുണ്ട്, റോബർട്ട് ഹൂക്ക് പറയുന്നുണ്ട്. റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായി സെല്ല് ഡിസ്കവർ ചെയ്തത് അല്ലെ, പക്ഷെ ഡെഡ് സെൽസ് ആയിരുന്നു. എന്നാൽ ജീവനുള്ള സെൽ ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആന്റൺ വാൻ ല്യൂവൻ ഹുക്ക് ആണ്. ശരിയല്ലേ? എന്നാൽ കോശം അർമ്മം അല്ലെങ്കിൽ സെല്ലിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്ത വ്യക്തി പെർക്കിൻജി ആണ്. ഓപ്ഷൻ 3 പെർക്കിൻജി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി ഇൻകറക്റ്റ് പെയർ. ശരിയല്ലാത്ത ജോഡി ഏതാണെന്നാണ് റിഗാർഡിംഗ് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. താഴെ കുറെ ജീവികളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലൈംഗിക പ്രത്യുൽപാദന രീതിയും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയല്ലാത്ത ജോഡി ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഈ ജോഡി ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ 1 പറയുന്നു ഹൈഡ്ര മൾട്ടിപ്പിൾ ഫിഷൻ എന്ന്. ഓപ്ഷൻ 2 പറയുന്നു ഈസ്റ്റ് സ്പോർ ഫോർമേഷൻ എന്ന്. ഓപ്ഷൻ 3 പറയുന്നു പ്ലാസ്മോഡിയം മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻ 4 പറയുന്നു ലീഷ്മാനിയ ബൈനറി ഫിഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് മുൻപുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ലീഷ്മാനിയ ബൈനറി ഫിഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു പ്ലാസ്മോഡിയം മൾട്ടിപ്പിൾ ഫിഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാസ്മോഡിയത്തിന്റെ റീപ്രൊഡക്ഷൻ പറയാം എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ വഴി ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതെ, ഈസ്റ്റ് എന്ന് പറയുന്നത് സ്പോർസ് ഫോം ചെയ്ത് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഹൈഡ്രയാണ്. ഹൈഡ്ര എന്ന് പറയുന്ന ജീവി മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഹൈഡ്ര എന്ന് പറയുന്ന ആ ഒരു ജീവി എടുത്തു കഴിഞ്ഞാൽ ആ ജീവി എന്താണ്, അതിന്റെ ബോഡിയിൽ ബഡ്സ് ഫോം ചെയ്യും, ചെറിയ ചെറിയ ബഡ്ഡുകൾ ഫോം ചെയ്യും. ഈ ബഡ്സ് പിന്നീട് ഇവരുടെ ബോഡിയിൽ തന്നെ വന്ന് ഗ്രോ ചെയ്ത് ഇവരുടെ ബോഡിയിൽ നിന്നും ഈ ബഡ് വിട്ടുമാറിയതിനു ശേഷം എന്താണ്, ഈ ബഡ് ഒരു പുതിയ ഹൈഡ്രയായി ഡെവലപ്പ് ചെയ്ത് വരും. മനസ്സിലാവും? ഇതാണ് ഇവരുടെ അലൈംഗിക പ്രത്യുൽപാദന രീതി. ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഹൈഡ്ര മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ മൾട്ടിപ്പിൾ ഫിഷൻ വഴിയല്ല. അപ്പൊ നമ്മുടെ എന്താണ് ഇൻകറക്റ്റ് പെയർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which sexually transmitted disease are caused by virus? താഴെ കുറച്ച് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖം എന്നാണ് ചോദ്യം. ഓക്കെ, ലൈംഗിക ബന്ധം വഴി സ്പ്രെഡ് ആവുന്ന അസുഖമാണ്, വൈറസ് ആണ് രോഗകാരി. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ റാഡ്സ് ആൻഡ് ഗൊണേറിയ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഗൊണേറിയ ആൻഡ് സിഫിലിസ് ആണ് പറയുന്നത്. തേർഡ് സിഫിലിസ് ആൻഡ് എയ്ഡ്സ് പറയുന്നു. ആൻഡ് ഫോർത്ത് റാഡ്സ് ആൻഡ് എയ്ഡ്സ് പറയുന്നു. ഇതില് സിഫിലിസ് ആണെങ്കിലും ഗൊണേറിയ ആണെങ്കിലും ഇത് രണ്ടും ബാക്ടീരിയൽ അസുഖങ്ങളാണ്. ഗൊണേറിയ, സിഫിലിസ് ഇത് രണ്ടും എന്താണ്, ബാക്ടീരിയൽ അസുഖങ്ങളാണ്. അപ്പൊ ഇത് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴി ആൻസറിലേക്ക് എത്താം. ഗൊണേറിയ, സിഫിലിസ് രണ്ടും ബാക്ടീരിയൽ അസുഖമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ 2 വരില്ല.
ഓപ്ഷൻ 1 വരില്ല, ഇവിടെ നമുക്ക് ഗൊണേറിയ കാണാം. ഓപ്ഷൻ 3യും വരില്ല, കാരണം ഇവിടെ നമുക്ക് സിഫിലിസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻസർ പറയാം, എന്താണ്? റാഡ്സ് ആൻഡ് എയ്ഡ്സ് ആണ്. റാഡ്സ് എന്ന് പറയുന്നത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടാണ് HIV ആണ് അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇത് രണ്ടും എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. ശരിയല്ലേ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 റാഡ്സ് ആൻഡ് എയ്ഡ്സ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which cell organelle serve as a channel for transport of materials between various regions of cytoplasm? ഒരു സെൽ, അപ്പൊ സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെല്ലിൽ നിന്നും ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു സെല്ലിന്റെ അകത്ത് മെറ്റീരിയൽസിനെ പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന കോശാംഗം ഏത് എന്നാണ് ചോദ്യം. ഈ കോശാംഗത്തിനെ നമ്മൾ ട്രാൻസ്പോർട്ട് പാത്വേ ഓഫ് ദ സെൽ എന്നും കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നൊക്കെ വിളിക്കുന്ന ഒരു ഓർഗനൽ ആണ്. ഏതാണ് ആ ഓർഗനൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ മൈറ്റോകോൺട്രിയ, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലോറോപ്ലാസ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം ഇത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് പറയുമ്പോൾ ലൈസോസോം ആവില്ല, അതിനെ സൂയിസൈഡൽ ബാഗ്സ് നമ്മൾ വിളിക്കുക. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഫംഗ്ഷൻ ആ ഒരു ഓർഗനലിന് ഇല്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്താം. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ER. ഇത് 2 ടൈപ്പ് ഉണ്ട്, RER റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഉണ്ട്, SCR സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഉണ്ട് അല്ലെ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? റൈബോസോംസ് ഉള്ളത് കൊണ്ട് അത് പ്രോട്ടീൻസ് ആയിരിക്കും ഉണ്ടാക്കുക. ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡുകളായിരിക്കും ഉണ്ടാക്കുക. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ കോശത്തിനുള്ളിലെ സഞ്ചാരപാത, എല്ലാ വിധത്തിലുള്ള മെറ്റീരിയൽസിന്റെയും ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഓർഗനലിലൂടെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Blood brings carbon dioxide from the rest of the body for the release into. നമ്മുടെ പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ശേഷം, മെറ്റബോളിക് റിയാക്ഷൻസിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്രവർത്തികളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം. കാരണം ഓക്സിജൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമുള്ള ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ, ATP ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ പൊട്ടിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജത്തിനോടൊപ്പം തന്നെ എന്തും ഉണ്ടാവുന്നുണ്ട്? ഒരു വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് രക്തം തന്നെയാണ് എന്താ ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ച് നമുക്ക് എന്താണ് പുറത്തേക്ക് ഇതിനെ എക്സെയിൽ ചെയ്യണം, പുറത്തേക്ക് വിടണം അല്ലെ. അങ്ങനെ പുറത്തേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടണം എന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തണം? തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസകോശത്തിലായിരിക്കണം അത് എത്തേണ്ടത് അല്ലെ. ഇപ്പൊ രക്തം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് ഇൻഡസ്റ്റൈൻ പറയുന്നുണ്ട്, ഈസോഫാഗസ് പറയുന്നുണ്ട്, സ്റ്റൊമക്ക് പറയുന്നുണ്ട്, ആൽവിയോളൈ പറയുന്നുണ്ട്. ഇതില് ഇൻഡസ്റ്റൈനും ഈസോഫാഗസും സ്റ്റൊമക്കും ഒന്നും നമ്മുടെ ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ലങ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമല്ല. അപ്പൊ നമുക്ക് എന്താണ്? തീർച്ചയായിട്ടും അത് ആൽവിയോളയിലാണ് അല്ലെ. നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ബ്ലഡും എന്താണ് തമ്മിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. ബ്ലഡും നമ്മുടെ ലങ്സും തമ്മിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതക വിനിമയം എന്ന് പറയുന്ന ആ ഒരു സംഗതി നടക്കുന്ന ഭാഗം ഏത് ചോദിച്ചാൽ അത് ആൽവിയോളയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലഡിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് നിക്ഷിപ്തമാകുന്നത് അല്ലെങ്കിൽ റിലീസ്ഡ് ആവുന്നത് എങ്ങോട്ടാണ്? ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following organisms reproduces by budding? കണ്ടോ, ബഡ്ഡിങ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. അലൈംഗിക പ്രത്യുൽപാദനമായിട്ടുള്ള ബഡ്ഡിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എർത്ത് വർം, ഹൈഡ്ര, ഫ്രോഗ്, കോക്രോച്ച്. നമ്മൾ പറഞ്ഞതാണ് എർത്ത് വർം എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ലൈംഗിക പ്രത്യുൽപാദനമാണ് അല്ലെ. ഇതില് കോക്രോച്ച് ആണെങ്കിലും ഫ്രോഗ് ആണെങ്കിലും അല്ലെ, പാറ്റ, ഫ്രോഗ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് അല്ലെ, ലൈംഗിക പ്രത്യുൽപാദനം തന്നെയാണ്. ഇതില് ഫ്രോഗിന്റെ മാത്രം ഫെർട്ടിലൈസേഷൻ എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെന്ന് മാത്രം. ശരിയല്ലേ? അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചതാണ്? ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയാണ് ബഡ്ഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ 2 ഹൈഡ്രയാണ് ആൻസർ എന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. ദ്രാവക രൂപത്തിലുള്ള യോജക കല ഏതാണ് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിനകത്ത് ദ്രാവക രൂപത്തിലുള്ള യോജക കല ഏതാണെന്നാണ് ചോദ്യം. കാർട്ടിലേജ്, അഡിപ്പോസ് ടിഷ്യൂ പറയുന്നുണ്ട്, ബ്ലഡ് പറയുന്നുണ്ട്, ഏരിയോളാർ ടിഷ്യൂ പറയുന്നുണ്ട്. വളരെ ഈസി ആണ്. ഇതിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? ബ്ലഡ് ആണ്. ബ്ലഡിനെയാണ് നമ്മൾ ആകെപ്പാടെയുള്ള ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ബ്ലഡ് ആണ്. ഇത്രയും ക്വസ്റ്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് 20 ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ട് വളരെ ബേസിക് ലെവലിലാണ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ഏതൊക്കെ ടോപ്പിക്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന റെയിൽവേ എക്സാംസിനും എന്തായിരിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പ്ലാൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഒത്തിരി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. സെൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം ഏതാണ് എന്ന് നോക്കി അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. താങ്ക് യു. Download the Rhombus Learning app.